യേശു എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പിതാവായ ദൈവം സൃഷ്ടിച്ചതാണ് ഈ ലോകവും ഇതിലുള്ള സമസ്തവും. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് മനുഷ്യനെന്ന് പറയുന്നത്. അവൻ തൻ്റെ തന്നെ പാപത്തിൽ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി പിതാവായ ദൈവം തൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും പിതാവായ ദൈവത്തിലും പിതാവായ ദൈവം അയച്ച യേശു ക്രിസ്തുവിനെയും വിശ്വസിക്കുക എന്നതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. എന്താണ് ഈ നിത്യജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാനും എൻ്റെ ആത്മാവും രണ്ടല്ല, ഞാനും എൻ്റെ ആത്മാവും ഒന്നാണ്. ഒരു വ്യക്തി മരിച്ചു എന്ന് പറയുന്നത് എപ്പോഴാണ്? ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് നഷ്ടപ്പെടുമ്പോഴാണ് ആ വ്യക്തി മരിച്ചു എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഇവിടെ മരിച്ച് അവൻ്റെ ശരീരം ഒന്നുമില്ലാതെ ജീർണിച്ചു പോയാലും അവൻ്റെ ആത്മാവിന് നിത്യമായിട്ട് മരണമില്ലാത്ത ഒരു ജീവിതമുണ്ട്. അപ്പം ഞാനെന്ന് പറയുന്നതും എൻ്റെ ആത്മാവ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ലോകത്തിൽ മരിച്ചു കഴിഞ്ഞാലും ഞാൻ വീണ്ടും ജീവിക്കും. ഞാൻ വീണ്ടും ജീവിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആ ജീവനാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ആ ജീവനിലേക്ക് ഞാൻ പ്രവേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യോഹന്നാൻ 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുവാണ്, ഏകസത്യദൈവമായ അവിടത്തെയും പിതാവായ ദൈവത്തിനെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നിത്യജീവന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം പിതാവായ ദൈവത്തെയും പുത്രനായ യേശു ക്രിസ്തുവിനെയും അറിയണം. രണ്ടാമത് എന്താ പറയുക? യോഹന്നാൻ 5:24, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനും നിത്യജീവനുണ്ട്. അപ്പോൾ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കണം, പിതാവായ ദൈവം അയച്ച യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കണം, അത് പാലിക്കണം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 44-ാം വാക്യത്തിൽ യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത്. അതായത് യേശുവിൽ അതിലും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൽ മാത്രമല്ല പിതാവിനെയും കൂടി വിശ്വസിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. 12-ാം അധ്യായം 49-ാം വാക്യം, എന്തെന്നാൽ ഞാൻ സ്വമേധയല്ല സംസാരിച്ചത്, ഞാൻ എന്ത് പറയണം എന്ത് പഠിപ്പിക്കണം എന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. അവിടുത്തെ കൽപ്പന നിത്യജീവനാണ്. അപ്പം യേശു നമ്മളോട് പറയുന്ന ഓരോ കാര്യങ്ങളും പിതാവ് യേശുവിനോട് പറഞ്ഞ കൽപ്പന അതങ്ങനെ തന്നെയാണ് യേശു നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ആ കൽപ്പന എന്ന് പറയുന്നത് എന്താണ്? നിത്യജീവനാണ്. 1 യോഹന്നാൻ 2:7 പറയുവാണ്, ഒരു പുതിയ കൽപ്പനയല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. അതായത് യേശു വന്ന ശേഷം ഒരു പുതിയതായിട്ടൊരു കൽപ്പന പറഞ്ഞതല്ല, ആരംഭം മുതൽ നിങ്ങൾക്ക് നൽകപ്പെട്ട പഴയ കൽപ്പന തന്നെ. ആ കൽപ്പനയാകട്ടെ നിങ്ങൾ ശ്രവിച്ച വചനം തന്നെയാണ്. എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ